തിരുവനന്തപുരം ഞാനിപ്പോൾ ഇത് ഇലക്ഷനാണ് അതുകൊണ്ടല്ല പറയുന്നത്, ഇത് ഞാനൊരു ഡീപ്ലി ഫെൽറ്റ് ഫീലിംഗ് ആണ് ഷെയർ ചെയ്യുന്നത്. ഈസ് എ ലാൻഡ് ഓഫ് ഇൻഫൈനൈറ്റ് പോസിബിലിറ്റീസ് ആൻഡ് ഓപ്പർച്യൂണിറ്റീസ്. ഒരു ഹാൻഡിൽ ഞാൻ ജനങ്ങളെ മീറ്റ് ചെയ്ത് കേട്ട് മനസ്സിലാക്കി അവർ എത്രയോ പ്രശ്നങ്ങളുണ്ട്, വിഷമങ്ങളുണ്ട്, വേദനകളുണ്ട്, അത് എത്രയോ കാലത്തിൻ്റെ ഒരു നെഗ്ലിജൻസും ആപ്പത്തിയും ചെറിയ പ്രോബ്ലംസ് എല്ലാം വലിയ പ്രോബ്ലംസായി മാറിയിട്ടുണ്ട്. അത് ഒന്ന്, അതിൻ്റെ പരിഹാരം ഉണ്ടാക്കാനും അതിൻ്റെ പരിഹാരം എടുക്കാനും അതിൻ്റെ സോൾവ് ചെയ്യാനും ഒരു വെരി ഇമ്പോർട്ടൻറ്റ് പില്ലർ. അത് തീരദേശത്തെ മേഖലയാണോ, നമ്മുടെ കർഷകരാണോ, നമ്മുടെ യൂത്തിന് ഓപ്പർച്യൂണിറ്റീസ് ആണോ, അതെല്ലാം ഒരു ബാസ്ക്കറ്റ് ഓഫ് പ്രോബ്ലംസ് ഓൺ ചാലഞ്ചസ് ടു ബി സോൾവ്. മറ്റേത് നമ്മുടെ തിരുവനന്തപുരത്തിന് എങ്ങനെയാണ് ഒരു ഹബ്ബ് ആക്കുക, ഇക്കണോമിക് ഹബ്ബ്. തിരുവനന്തപുരം ജില്ലയിൽ ഒരു പ്രധാനപ്പെട്ട ഉപജീവന മാർഗ്ഗമായിരുന്നു ക്ലേ യൂണിറ്റുകൾ. 50ഓളം ക്ലേ യൂണിറ്റുകൾ ഇപ്പോൾ ഇല്ല. അത് റോ മെറ്റീരിയൽ കിട്ടാതായതുകൊണ്ട് ഇല്ലാതായി പോയതാണ്. അതെങ്ങനെ റീപ്ലേസ് ചെയ്യാൻ പറ്റും? പുള്ളി ഇലക്ട്രോണിസിറ്റിയെക്കുറിച്ചൊക്കെ പറയുന്നുണ്ട്, അതുകൊണ്ടാണ് ഞാനത് ചോദിച്ചത്. ഇതിൽ പങ്കെടുത്തപ്പോഴത്തേക്കും അദ്ദേഹത്തിൻ്റെ വാക്കുകൾ കേട്ടപ്പോഴത്തേക്കും മനസ്സിലാക്കിയത് തന്നെയാണ് ചെയ്യാൻ കഴിയുന്ന കാര്യങ്ങൾ മാത്രമേ പുള്ളി പറഞ്ഞിട്ടുള്ളൂ. അല്ലാതെ വളരെ വാസ്റ്റായിട്ട് എന്നെ കൊണ്ട് അത് ചെയ്യാൻ പറ്റും ഇത് ചെയ്യാൻ പറ്റുമെന്ന് പറഞ്ഞിട്ടില്ല. ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ ചെയ്യുമെന്ന് പറയുന്നു. അതിലൊരു വിശ്വാസം വന്നിട്ടുണ്ട്. സാറ് പറഞ്ഞതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ആയുർവേദ ഇൻഡസ്ട്രിയെ ഒന്ന് ഡെവലപ്പ് ചെയ്താൽ തന്നെ നമ്മൾ ട്രിവാൻഡ്രം അല്ലെങ്കിൽ കേരളത്തിലെ ഒരു ടൂറിസം മേഖലയുടെ ഗുണം കിട്ടുന്നത് ഒരു ആയുർവേദ ഫീൽഡിന് മാത്രമല്ല മറ്റെല്ലാ ഫീൽഡുകളിലും അത് കിട്ടും. കാരണം ഇപ്പം നമ്മളൊരു ഷോപ്പിലാണെങ്കിലും അതിൻ്റെ ഒരു പ്രയോജനം, ഒരു ഫോറിനർ വന്നു കഴിഞ്ഞാൽ ഷോപ്പിൽ അവിടെ മുതൽ ഗ്രാസ് റൂട്ടിൽ മുതൽ തന്നെ നമുക്ക് അതിൻ്റെ ബെനിഫിറ്റ്സ് കിട്ടി തുടങ്ങും. അത് എല്ലാ ഭാഗത്തും എത്തും. ടൂർസ് ആൻഡ് ഓപ്പറേറ്റേഴ്സ് അല്ലെങ്കിൽ നമ്മുടെ ടൂറിസം മേഖല എല്ലാം മൊത്തത്തിൽ ഉണരാനായിട്ടുള്ള ഒരു ഇൻഡസ്ട്രിയാണ് ആയുർവേദം. പക്ഷെ അതിന് വേണ്ടുന്നത്ര ഒരു ഇമ്പോർട്ടൻസ് കിട്ടുന്നില്ല. ഒബ്വിയസ്ലി പുള്ളിക്കാരൻ ഇത്രയും നാളും പറഞ്ഞ കാര്യങ്ങൾ തന്നെ എല്ലാം ചെയ്തിട്ടുണ്ട്. ലൈക്ക് ഹീസ് പ്രൂവ്ഡ് ലൈക്ക് ആസ് എ പൊളിറ്റീഷ്യൻ. അപ്പം നമുക്ക് വിശ്വാസമുണ്ട് ലൈക്ക് എംപ്ലോയ്മെൻറ്റ് ഓപ്പർച്യൂണിറ്റീസ് ആയാലും പുള്ളിക്കാരൻ ടൂറിസം സെക്ടറിലായാലും എന്ത് സെക്ടേഴ്സ് എടുത്ത് നോക്കുക, എൻ്റർടൈൻമെൻറ്റ് സെക്ടറിലായാലും അപ്പം നമുക്കൊരു എംപ്ലോയ്മെൻറ്റ് ഓപ്പർച്യൂണിറ്റി അതിലുണ്ടാവും എന്ന് തന്നെയാണ് ഞങ്ങൾ വിശ്വസിക്കുന്നത്. അതൊരു ടെസ്റ്റ് ഡോസാണിത്. 15 കൊല്ലമായിട്ടൊന്നും നടന്നില്ല എന്നൊരു ശ്രുതിയുണ്ട്, നടന്നില്ല. അപ്പോൾ ഇദ്ദേഹത്തിനെ ഒരു മാറ്റി വോട്ട് ചെയ്താൽ നടക്കും എന്നൊരു ഹോപ്പുമുണ്ട്. പക്ഷെ അദ്ദേഹം പറയുന്ന പോലെ 100% നടക്കണമെങ്കിൽ സ്റ്റേറ്റ് ഗവൺമെൻറ്റും സെൻട്രൽ ഗവൺമെൻറ്റും ചേർന്ന് നടത്തിയാലേ നടത്തുള്ളൂ. പലതും പറഞ്ഞു, നദിയുടെ കാര്യം, റിവറിൻ്റെ കാര്യം, പലതും സ്റ്റേറ്റ് ഗവൺമെൻറ് സ്കീംസ് കൊണ്ടുവന്നു. സെൻട്രൽ ഗവൺമെൻറ് സ്കീംസ് കൊണ്ടുവന്നാൽ സ്റ്റേറ്റ് ഗവൺമെൻറ്റും കൂടെ ചേർന്നാണ് ഇംപ്ലിമെൻറ്റ് ചെയ്യേണ്ടത്. ആ പ്രോബ്ലംസ് ആർ ദെയർ. ബിക്കോസ് അവിടെ BJP വന്ന് ഇവിടെ BJP വന്നില്ലെങ്കിൽ ആ ക്ലാഷ് വിൽ ബി ദെയർ. ആസ് നിർമ്മല സീതാരാമൻ സെഡ്, അവിടെ BJP ഇവിടെ ഇപ്പം കോൺഗ്രസ്സുകാരവിടെ ഇരുന്നു. കഴിഞ്ഞ കൊല്ലങ്ങളിലൊക്കെ ഇരുന്നിട്ട് എന്ത് പ്രയോജനം? അവിടെ BJP, ഇവിടെ LDF, കോൺഗ്രസ് MPs വെറുതെ അവിടെ ചെന്ന് ഇരുന്നു എന്ന് പറയുന്നത് പോലെ വരാതെ അവിടെയും BJP ഇവിടെയും BJP വരുന്നെങ്കിൽ, ഇദ്ദേഹം വരുന്നു എന്നുണ്ടെങ്കിൽ എന്തെങ്കിലുമൊക്കെ നടക്കാൻ പറ്റുമെന്ന് നമുക്കൊരു ഹോപ്പ്